സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. നമസ്തേ രാധേശ്യ. ഭഗവാന്റെ മാർഗേണ ചെന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് മോക്ഷം കിട്ടും. ഭഗവാൻ എന്ന് പറയുന്ന ആ വലിയ ശക്തി തന്നെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കെപ്പോഴും പ്രാർത്ഥിക്കുക. കാരണം എന്ന് പറയുമ്പോൾ ഭൂമിയിൽ എപ്പോൾ അസുരന്മാരുണ്ടോ, ഭൂമിയിൽ എപ്പോൾ ദുഷ്ടന്മാരുണ്ടോ, അവരെയൊക്കെ നിഗ്രഹിക്കാൻ ഭഗവാനില്ല. ഭഗവാനല്ലാതെ ആരുമില്ലെന്ന് ഭൂമി ദേവി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഭഗവാൻ ദ്വാപരയുഗത്തിൽ കൃഷ്ണനായിട്ട് അവതരിച്ചത്. ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പ്രഭാഷണത്തിൽ ഞാൻ പഠിച്ച ആ പറയുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 അവതാരങ്ങളെപ്പറ്റി ഞാൻ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടില്ല. 10 അവതാരം ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിട്ടില്ല. മത്സ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ. ശ്രീരാമേന്ദ്രസ്വാമി സ്വന്തം ഭാര്യയായ സീതയെ കാട്ടിൽ കാണാതെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച സ്വാമിയാണ്. നേരെ വാനരപ്പടയുമായിട്ട് ലങ്കയിലേക്ക് പോയി. ലങ്കയിൽ ചെന്നപ്പോഴോ ലങ്കയിൽ വെച്ചു യുദ്ധം നടന്നു. ലങ്കാരാജനെ വധിച്ചു. അത് കഴിഞ്ഞ് ദ്വാപരയുഗത്തിൽ ആരവതരിച്ചു? ബലഭദ്രസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും. അപ്പോൾ എനിക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പ്രാർത്ഥന എല്ലാവർക്കും വേണം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് സപ്താഹം നടക്കുകയാണെങ്കിൽ നമ്മൾ സപ്താഹമൊക്കെ കേൾക്കണം പോയിരുന്നു. ഇപ്പോൾ എനിക്കിതിൽ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്താഹത്തിന് പോയി കഴിഞ്ഞാൽ ഊണുമാപനം കഴിച്ചാൽ പോരെ. നമ്മൾ സപ്താഹം എന്താണെന്നറിയണം, സപ്താഹ യജ്ഞത്തെപ്പറ്റി അറിയണം, സപ്താഹം വായിക്കുന്ന ഭാഗങ്ങളെപ്പറ്റി അറിയണം. ഇപ്പോൾ സപ്താഹം എന്ന് പറയുമ്പോൾ എല്ലാവരും പൊതുവേ ചെന്ന് പ്രാർത്ഥിക്കും. എൻ്റെ കണ്ണ, എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, എനിക്കൊരു വീട് പണിയണം, എനിക്കൊരു മാല മേടിക്കണം, എൻ്റെ ദോഷങ്ങളൊക്കെ തീരണം. ഇതൊക്കെ ആവശ്യം കഴിയുമ്പോഴാണ് ഭഗവാനെ തള്ളിക്കളയും. അതൊരിക്കലും പാടില്ല. ആവശ്യം കഴിയുമ്പോഴും ഭഗവാൻ നമ്മുടെ കൂട്ടത്തിൽ വേണം. ഇനി എനിക്ക് പറയാനുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്പങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു അമ്പലമുണ്ട് സർപ്പത്തിൻ്റെ, ഒരു കുടുംബക്ഷേത്രം ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഈ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പൊതുവേ പ്രാർത്ഥിക്കാൻ പോകുന്നു. അവിടെ അമ്മ മഹാമായയാണ് ഇരിക്കുന്നത്, ദേവിയാണ് കേട്ടോ ഇരിക്കുന്നത് പൊതുവേ. അപ്പോൾ ദേവിയെ ആദ്യം തൊഴുന്നുമ്പോൾ നമ്മൾ ഭൂമിയുടെ സംരക്ഷകരായ, ഭൂമിയിൽ നമുക്ക് വാസിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതായ സർപ്പങ്ങളെ നമ്മൾ ആദ്യം തൊഴണം. പൊതുവെ സർപ്പം പാട്ടിലൊക്കെ കുടുംബത്തിൽ കൂടണം. സർപ്പങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. സർപ്പം എന്ന് പറയുന്ന ഏറ്റവും വലിയ ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം. ഇപ്പോൾ തുള്ളലിനൊന്നും പൊതുവെ നമ്മൾ ആൾക്കാർക്ക് വിശ്വാസമില്ല, കാപട്യമാണെന്ന് പറയുന്നു. ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ശുദ്ധ മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ ഈ പറയുന്ന ആൾക്കാർക്ക്. കാരണം തുള്ളലായാലും സർപ്പം പാട്ടായാലും സർപ്പത്തിൻ്റെ ഏത് കഥയായാലും ഒരിക്കലും കാപട്യമല്ല. നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾക്കിപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ള ദൈവം സർപ്പമാണ്. അതേപോലെ ഗന്ധർവസ്വാമി അശ്വത്തിൻ്റെ ബാണമേറി കളമതിനയം വന്നുവോ പഞ്ചബാണം എന്ന് പറഞ്ഞ പോലെ വിഷ്ണുദേവനും ജനിപ്പിച്ചതാണ് ഗന്ധർവനെ. വിഷ്ണുവിൻ്റെ അവതാരമാണ് ഗന്ധർവൻ. 5 ബാണങ്ങളുണ്ട്: അരവിന്ദം, അശോകം, ചൂതം, നവമാലി, നീലോത്പലം എന്ന 5 ബാണങ്ങളുള്ള ഗന്ധർവസ്വാമി നിങ്ങൾ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. നമസ്തേ രാധേശ്വരം.